ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വായനാ ദിനക്യൂസ് 2026 പാർട്ട് 9 ആണ് കേട്ടോ. അപ്പം നിങ്ങൾ പാർട്ട് 1 മുതലുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം അത് പോയി കാണുക. പിന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതെല്ലാം എഴുതിയെടുത്ത് നന്നായി പഠിക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ അക്ഷരമുറ്റം ക്യൂസ്, വായനാ ദിനക്യൂസ്, ലഹരി വിരുദ്ധ ദിനക്യൂസ്, അങ്ങനെ പല ക്യൂസിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അതെല്ലാം കാണുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കയർ എന്ന നോവൽ എഴുതിയതാരാണ്? ഉത്തരം തകഴി ശിവശങ്കര പിള്ള. 2026 ഫെബ്രുവരിയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ഭാഷാ കേസരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ശ്രീകുമാർ തമ്പി. മലയാളത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമേതാണ്? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ഏതാണ്? ഉത്തരം ചെമ്മീൻ. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏതാണ്? ഉത്തരം ചെമ്മീൻ. കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ്? ഉത്തരം മലയാളം. കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നതാരാണ്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഏതാണ്? ഉത്തരം ഉണ്ണിനീലി സന്ദേശം. കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമം ഏതാണ്? ഉത്തരം പെരുങ്കുളം, കൊല്ലം. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം കെ സച്ചിദാനന്ദൻ. 2025 കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച കവിതയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഉത്തരം അനിത തമ്പിക്ക്. ഏത് കൃതിക്കാണ് അനിത തമ്പിക്ക് 2025 കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച കവിതയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്? ഉത്തരം മുരിങ്ങ, വാഴ, കറിവേപ്പ്. മുതിർന്നവർക്കായുള്ള വിദ്യാഭ്യാസത്തിനും അനൗപചാരിക വിദ്യാഭ്യാസത്തിനുമായി കാൻഫെഡ് പുറത്തിറക്കിയ പ്രസിദ്ധീകരണം ഏതാണ്? ഉത്തരം അനൗപചാരിക വിദ്യാഭ്യാസം. സുകുമാർ അഴീക്കോട് PN പണിക്കരെ വിശേഷിപ്പിച്ചത് എന്താണ്? ഉത്തരം നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ. മരുഭൂമികൾ ഉണ്ടാകുന്നത് ആരുടെ കൃതിയാണ്? ഉത്തരം ആനന്ദ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വായനാ ദിനക്യൂസ് 2026 പാർട്ട് 9 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മളിന്ന് കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം എഴുതിയെടുത്ത് നന്നായി പഠിക്കണം. അപ്പോൾ ഇനി പാർട്ട് 10 ഉടൻ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ. Thank you for watching.